الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമീനായ നാഥൻ നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ മാരകമായിട്ടുള്ള പകർച്ചവ്യാധി നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് തന്നെ പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കടന്നു വന്നപ്പോൾ മുൻഗാമികളായിട്ടുള്ള സച്ചിതരായിട്ടുള്ള ആളുകൾ അവർ ഏതൊരു നിലപാടാണോ സ്വീകരിച്ചത് എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ആദ്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐഹിക ജീവിതം, ഇവിടുത്തെ ജീവിതം എന്നുള്ളത് പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവനാണ് ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത്, ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി, അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനാൽ വിശ്വാസി പരീക്ഷണത്തെ നേരിടേണ്ടവനാണ്, വിശ്വാസി പരീക്ഷണങ്ങളെ നേരിടേണ്ടവനാണ്. ആ പരീക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പക്ഷേ സാമ്പത്തികമായി കൊണ്ടാകാം, അല്ലെങ്കിൽ രോഗം കൊണ്ടാകാം, ഏത് നിലക്കാണെങ്കിലും അതിനെ അള്ളാഹുവിങ്കലേക്ക് തവക്കുലാക്കി മാറ്റാൻ വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, അഹസിബൻ നാസു അയ്യുത്രകു അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരെ നാം പരീക്ഷിക്കാതെ വെറുതെ വിടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം ആത്മാർത്ഥമായി കൊണ്ട് റബ്ബിങ്കിലേക്ക് അടുക്കുകയും നമ്മൾ അത് വരാതിരിക്കുവാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ടത്. അതിനേറ്റവും കൂടുതൽ പ്രധാനമായിട്ട് വേണ്ട ഒന്നാമത്തെ ഘടകം അള്ളാഹുവിലുള്ള പ്രതീക്ഷയും നല്ല ഒരു വിചാരവുമാണ്. എന്റെ റബ്ബ് കാരുണ്യവാനാണ്, എന്റെ റബ്ബ് കരുണാനിധിയാണ്,
എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചാൽ എന്റെ റബ്ബ് എനിക്കതിന് മറുപടി നൽകും, അല്ലെങ്കിൽ എന്റെ റബ്ബ് എനിക്കതിനൊരു തുറസ്സു വഴി കാണിച്ചു തരുമെന്നുള്ള ചിന്തയാണ് വിശ്വാസികളെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് വേണ്ടത്. അതിനെന്താ നമ്മുടെ കയ്യിലുള്ള സംഭവം? മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. ഫിറൗനും കൂട്ടരും പിന്നിൽ നിന്ന് ആക്രമിക്കാൻ വരുന്ന സന്ദർഭത്തിൽ ആർത്തിരമ്പുന്ന ചെങ്കടലിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അനുയായികൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിച്ചില്ല, മൂസ അവർ നമ്മൾ പിടികൂടുകയില്ലേ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇല്ല, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരുമെന്നുള്ളതാണ്. അതുപോലെ ഹിറാ ഗുഹയിൽ അള്ളാന്റെ റസൂൽ സൗർ ഗുഹയിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചില്ലേ, അള്ളാഹു ഉണ്ട് നമ്മുടെ കൂടെ എന്ന്. ആ ഒരു തവക്കുലാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. എന്തിനേറെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരച്ചുവട്ടിൽ കിടന്നിറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു ശത്രു വന്ന് വാളെടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നിന്നെ ഞാനിപ്പോ കൊല്ലുകയാണെങ്കിൽ നിന്നെ ആര് രക്ഷിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ റബ്ബ് രക്ഷിക്കും. ആ സന്ദർഭത്തിൽ വാളങ്ങ് താഴെ വീടുകയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാളെടുത്തുകൊണ്ട് തിരിച്ചു ചോദിക്കുകയാണ്, നിന്നെ ഞാൻ കൊല്ലുകയാണെങ്കിൽ നിന്നെ ആര് രക്ഷിക്കും? മുഹമ്മദ്, നീയല്ലാതെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല. അങ്ങനെ ആ മനുഷ്യനെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയക്കുകയും വീണ്ടും ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സംഭവമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിലേക്ക് തവക്കുലാക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ ഒരു സന്ദർഭം. ഇതിനുള്ള പ്രതിവിധികളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ ദൈനംദിനം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. രണ്ടാമത്തെ വിഷയം, അള്ളാഹുവിന്റെ ഇഷ്ടം പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസ്ബുഹു. ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മ ഉദ്ദേശിച്ചാൽ അല്ലാഹു അവനെ പരീക്ഷിക്കുമെന്നുള്ളതാണ്. ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ കടന്നുപോയിട്ടുണ്ട് നമ്മുടെ മുൻഗാമികൾക്ക്. ഏറ്റവും വലിയ വലിയ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അവർക്ക് കടന്നുപോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ് അയ്യിന്നാസി അശദ്ദു ബലാ? നബിയെ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് ആർക്കാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അൽ അംബിയാ, പ്രവാചകന്മാർക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഈ മാരകമായിട്ടുള്ള രോഗം ഇങ്ങനെ വർദ്ധിക്കുമ്പോ നമ്മളിങ്ങനെ അന്തം വിട്ട് അന്താളിച്ചു നിന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിങ്കിലേക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് തൗബയും ഇസ്തിഗ്ഫാറും പ്രാർത്ഥനയുമായി നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ നീങ്ങുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു തുറസ് വഴി നമുക്ക് കാണിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ മാരകമായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹ സമ്പന്നരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അർഹമുറാഹിമീനായ നാഥൻ നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഈ ഒരു മാരകമായിട്ടുള്ള പകർച്ചവ്യാധിയിലൂടെ ലോകം മുഴുവൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അവസ്ഥയിലുമുള്ള ജീവിതക്രമങ്ങൾ, വൃത്തിയുടെ പ്രാധാന്യം, ശുചിത്വത്തിന്റെ പ്രാധാന്യം എല്ലാം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രയാസമുള്ളവർക്ക് ഇളവുണ്ട് ആരാധനാ കർമ്മങ്ങളിൽ എന്നുള്ളതുപോലെയുള്ള ഒരുപാട് ദീനീ അധ്യാപനങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ കഴിവിന്റെ പരമാവധി കൂടി നിൽക്കുന്ന അവസരങ്ങൾ നമ്മൾ ഇല്ലാതാക്കുക, ഒറ്റക്ക് നിൽക്കുന്ന അവസ്ഥകളെ നമ്മൾ ഉണ്ടാക്കുകയും ഒരുമിച്ച് കൂടുന്ന അവസ്ഥകളെ നമ്മൾ ഇല്ലാതാക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ
മാരകമായിട്ടുള്ള രോഗങ്ങളുടെ അടയാളങ്ങൾ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ തുമ്മലോ അതുപോലെ തന്നെ ജലദോഷം, അങ്ങനെ കൂടുതൽ വ്യാധികളും പ്രയാസങ്ങളുള്ള ആളുകളൊന്നും അവർ ദയവ് ചെയ്ത് ജമാഅത്ത് നമസ്കാരത്തിലേക്ക് വരാതിരിക്കുക. അവർക്ക് അതുകൊണ്ടൊരു കുറവുമില്ല, അവർക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാവുള്ളൂ. ആ ഒരു ജമാഅത്തിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും. മറിച്ച് അവരിങ്ങോട്ട് വരാതിരുന്നാലോ അത് ഏറ്റവും വലിയ ഖൈറാണ്. കാരണം അത് മറ്റുള്ളവരിലേക്കും കൂടി അത് പകർന്നു പോയാൽ അത് വലിയ പ്രയാസമാകും, ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ലോകത്തുള്ള ഒരുപാട് ആളുകൾ ഈ മാരക രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. എത്രയോ ആളുകൾ ഇതിന് മരണത്തിന് മുമ്പിൽ കീഴടങ്ങിയവരുണ്ട്. നമ്മളൊക്കെ വളരെ സുരക്ഷിതമായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. അള്ളാന്റെ പരീക്ഷണം ഏത് രൂപത്തിലും നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരാം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ മുന്നോട്ട് നീങ്ങുക, അള്ളാഹുവിലേക്ക് അടുക്കുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. പറഞ്ഞു വരുന്നത് ഇനിതാ ഇന്ന് റജബ് 25 2 ദിവസം കഴിഞ്ഞാൽ മിഅ്റാജ് നോമ്പ് എന്നുള്ള പേരിൽ നമ്മുടെ നാടുകളിൽ ഒരു ബിദ്അത്ത് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. മിഅ്റാജ് നോമ്പ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സ്വഹാബാ കിറാമുകളിൽ നിന്നോ നമുക്ക് പരിചയമില്ല. അപ്പൊ ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണ്, അത് നോമ്പല്ലേ, അത് നല്ലതല്ലേ എന്ന് ചിന്തിക്കും. പക്ഷേ നല്ലതല്ലേ എന്ന് ചിന്തിക്കലല്ല ദീനിന്റെ പ്രമാണം. എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രമാണം. അതുകൊണ്ട് മുൻഗാമികളെ, സച്ചിതരായ നമ്മുടെ മുൻഗാമികളുടെ മാർഗങ്ങളെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റുക. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാവരോടും വളരെ ആത്മാർത്ഥതയോടുകൂടിക്കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആ ഒരു പരസ്പര സാഹോദര്യം നമ്മൾ കാണിക്കണം. പക്ഷേ രോഗം വേറെ, നമ്മുടെ സാഹോദര്യ ബന്ധം വേറെ. അതിനനുസരിച്ച് നമ്മൾ നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അല്ലാഹു നമ്മെ ഓരോരുത്തരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇടയിലേക്ക് ഭവിച്ചിട്ടുള്ള ഈ പകർച്ചവ്യാധിയെ നീ ഞങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് നീ മാറ്റി തരുമാറാകണേ. അല്ലാഹുവേ, നിന്റെ കരുണാ കടാക്ഷങ്ങൾ നീ ഞങ്ങളിൽ സദാ വർഷിപ്പിക്കുമാറാകണേ. അല്ലാഹുവേ, മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന്, മാരകമായിട്ടുള്ള അപകടങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ ഓരോരുത്തരെയും കാത്ത് സംരക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ, ബിദ്അത്തിന്റെ മേഖലകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന യഥാർത്ഥ മുവഹിദുകളുടെ, മുഖ്ലിസീങ്ങളുടെ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.